അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ നടക്കുന്ന അസ്വാരസ്യങ്ങളാണ്. ഈ അടുത്ത കാലത്തായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പ്രദേശത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പും ആ പ്രദേശം ചെറിയ സൗഹൃദം ഇല്ലാത്ത അവസ്ഥ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാണുന്നത് ചില സംഘപരിവാർ ശക്തികൾ അവിടെ ഹിന്ദു മുസ്ലിം വൈരം കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രവൃത്തികൾ അവിടെ കാഴ്ചവെക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത്. ഇത്തരം ശക്തികൾ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള കൃത്രിമ കപട വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. കല്ലുവെച്ച നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം മറ്റൊന്നല്ല, പരമാവധി ഹിന്ദു മുസ്ലിം സൗഹൃദം തകർക്കുക, ഇവർ തമ്മിലുള്ള വൈരത്തിന്റെ അളവ് കൂട്ടുക, ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശ്യം. ഇതിന്റെ മറവിൽ മുസ്ലിം വിരുദ്ധ കമന്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു. ഈ എരിത്തീയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ സംഘപരിവാർ ശക്തികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിച്ചും അപരവൽക്കരിച്ചും കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സാക്ഷാൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 30 വർഷം തികച്ചതിന്റെ ആഘോഷ പരിപാടി നടക്കുന്ന വേദിയിൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമൂഹത്തെ ഭീകരവൽക്കരിച്ചും അന്യവൽക്കരിച്ചും അപരവൽക്കരിച്ചും പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പൂച്ചയെ ഉണക്കമീൻ വെച്ച് അടിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് പിണറായി വിജയനിൽ നിന്നും ഉണ്ടായത്. പൂച്ചയെ ഉണക്കമീൻ വെച്ചടിച്ചാൽ എന്താണ് സംഭവിക്കുക? അത് കൂടുതൽ അക്രമാസക്തമാകും. പൂച്ച ആ കയ്യിലെ ഉണക്കമീൻ തട്ടിപ്പറിക്കാൻ പൂച്ച കൂടുതൽ ചാടി അടുത്തുകൊണ്ടിരിക്കും. അതുപോലെ വെള്ളാപ്പള്ളിയെ കൂടുതൽ മുസ്ലിം വിരുദ്ധത പറയുക എന്നുള്ള മെസ്സേജാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ നൽകിയത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഭീകരവാദത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ്, ഭീകരവാദം എന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ടാണ് മഅ്ദനിയെ 20 വർഷം ജയിലിലടച്ചത്. ഞാൻ ചോദിക്കുന്നത്, മഅ്ദനി തീവ്രവാദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിന്റെ പ്രാസംഗിക ജീവിതത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാമോ? നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു പ്രസംഗം മഅ്ദനി നടത്തിയതായിട്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പിടിച്ച് 20 കൊല്ലം കാരാഗ്രഹത്തിലടച്ചത്? ഇതിന്റെ പിന്നിലും ഇത്തരക്കാരുടെ പങ്കാണുള്ളത്. മറ്റൊരു ചോദ്യം, മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പ്രസംഗം അഴിച്ചുവിട്ടപ്പോൾ എന്തുകൊണ്ടാണ് തീവ്രവാദത്തിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെ ജയിലിൽ അടയ്ക്കാതിരുന്നത്, അയാൾക്കെതിരെ കേസെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറയാൻ പോകുന്ന മറുപടി ഇതായിരിക്കും. വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയാൻ പോകുന്നത്. മഅ്ദനി വിദ്വേഷം പ്രസംഗിക്കാതെ തന്നെ ജയിലിൽ അടച്ചത് അത് ശരിയായ രീതിയാണോ? മഅ്ദനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ? മഅ്ദനി തീവ്രവാദം പ്രസംഗിച്ചുവെങ്കിൽ മഅ്ദനി പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ഭാഗം പ്രസിദ്ധീകരിക്കണമായിരുന്നു. അതും മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മറ്റ് നേതാക്കളോ ആരും തന്നെ ഈ നിമിഷം വരെ ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം, മഅ്ദനി പറഞ്ഞത് തീവ്രവാദം. ഏതായാലും മുസ്ലിം ലോകത്തിന്, മുസ്ലിം സമൂഹത്തിന് ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചില്ലേ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ തന്നെയാണ്. ഇവരുടെ അപ്രഖ്യാപിത ശത്രു, ഹിഡൻ ശത്രു ഇസ്ലാമാണ്, മുസ്ലിമാണ്. ഈ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം തന്നെ യഹൂദന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ്. മാർക്സും ലെനിനും എംഗൽസും ഒക്കെ യഹൂദ വിഭാഗത്തിലും നസാറ വിഭാഗത്തിലും ഒക്കെ വരുന്ന വിഭാഗമാണ്. 22 ക്യാരറ്റ് യഹൂദനാണ് കാൾ മാർക്സ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ മതം കോന്തി അവരെ
തീവ്രവാദവൽക്കരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ പിറന്നു വീണ മതത്തെക്കുറിച്ച് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? ഇതും ഒരു ചോദ്യമാണ്. യഹൂദന്മാരാൽ സൃഷ്ടിക്കപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ നിന്നും ഇന്ത്യയിലെയോ കേരളത്തിലെയോ മുസ്ലിം സമൂഹം നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ ഇസ്ലാം എന്ന ആ രണ്ടക്ഷരം ഇല്ലാത്ത ലോകം പടുത്തുയർത്തുക, സൃഷ്ടിക്കുക, അത് തന്നെയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.